വാൾമാക്സ് പെയിൻസ് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാൾമാക്സ് പെയിൻസ് ടേക്ക് ഇറ്റ് ഈസിയിൽ നമ്മൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് അജോഷ് എന്ന വ്യക്തിക്കാണ്. क्या कर रहे हैं आप लोग यहाँ? All day terrorist investigation. Oh, right. Sorry. Please cooperate with us. You have to come with it. January 26 ആണ് വരാൻ പോകുന്നത്. എനിക്ക് എന്തെങ്കിലും ലിങ്ക് കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല സാർ. കഴിഞ്ഞ ദിവസം 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഇങ്ങനെ ഇല്ല, നിങ്ങൾ ഇതിനൊരു ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ. കണ്ടിട്ടുണ്ടോ ഇല്ലേ? കണ്ടിട്ടുണ്ട്. നീ മുഖത്ത് നോക്കുന്നില്ലല്ലോ. സാറേ, എന്നെ ഒരു കൂടെ കൊണ്ട് ഒരാഴ്ച കൊണ്ട് തല്ലിയാണ് സാർ. രക്ഷയില്ലാതെയാണ് ഞാൻ സാറിന്റെ പേര് പറയേണ്ടി വന്നത്. കുടുംബ ഭാര്യ 2 പിള്ളേരുണ്ട് സാർ. സാറിനെ പിടിച്ച് ചില 10-15 ദിവസം ഇവിടെ ഇടുമെന്ന് തോന്നുന്നു സാർ. അജോഷ് ഒരു ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുകയും അവിടേക്ക് ഞങ്ങളുടെ ഒരു അന്വേഷണ ഏജൻസി എത്തിച്ചേരുകയും അജോഷിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതുമാണ്. തുടർന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. സാർ ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ. സാർ ആളെ ഇതുവരെ കിട്ടിയില്ല സാർ. നോ സാർ. ഇല്ല സാർ, കുഴപ്പമില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഫോട്ടോ എടുക്കുന്നതിന് ഓരോ സമയം കാലമൊക്കെ ഉണ്ട്. ഇതിപ്പോ ഈ വെയിൽ ഇവിടുന്ന് വരുമ്പോ ഇവിടുന്ന് ഫോട്ടോ എടുക്കണേ പറഞ്ഞു. സാർ കൂടി വരുമ്പോ അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. ഏതായാലും എടാ അതെ, പുള്ളി എന്താ പറയണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഇവിടെ ഓയിൽ ടാങ്കർ എടുക്കണേ. ഇവിടെ ഓയിൽ ടാങ്കർ വന്ന് അടിക്കണ സ്ഥലം ഇവിടെയാ. അപ്പൊ അതിന്റെ പല സാധനങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ പിന്നെ ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് ഒരു പഴയ ടാങ്കറിന്റെ ഒരു സംഭവം എടുക്കുക, ഇവിടുന്ന് ഒരു സാധനം, ബാക്കിയുള്ളത് പുള്ളി വന്നിട്ട് വേണമെങ്കിൽ മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ വല്ലാർപാടത്ത് ജസ്റ്റ് പോവുക. അല്ലെങ്കിൽ പിന്നെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് എന്തായാലും പറയും. ഇതെന്താ ചെയ്യേണ്ടത് ഇത് എടുത്തിട്ട് എടാ എടുക്കുക. നമ്മൾ മറ്റേ കൊയറും മറ്റേത് മറിച്ച് എല്ലായിടത്തും പോയി നമ്മൾ ഉദ്ദേശം എന്നാ? പുള്ളിനൊന്ന് കാണിക്കാനായിരിക്കും. പുള്ളി എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയായിരിക്കും പുള്ളി ചെയ്യണത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അല്ലെങ്കിൽ നീ എന്റെ ഫോട്ടോ എടുക്കും. ഇത്രയും അല്ല ഇത് ഇങ്ങനെ ഒരു കേസ് വന്നു പോയോണ്ടാ. അല്ലെങ്കിൽ പുള്ളി കറക്റ്റ്. കാരണം പുള്ളി ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയതാ. പുള്ളിയെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാ പുള്ളി. എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ. ഞാൻ ആ തേവരയിലുണ്ട് നിന്നെ വിളിച്ചത്. നീ ഏതായാലും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എണ്ണം എടുത്ത് കടാ. അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞില്ലേ. പുള്ളിക്ക് വരട്ടേന്നേ. അതെ, നീ സംസാരിക്കുമ്പോ എത്ര നിന്റെ ഡിമാൻഡും കാര്യങ്ങളും നീ സംസാരിക്കുക. പുള്ളിനോട് സംസാരിച്ച് പുള്ളിക്ക് എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട് പറ. അതനുസരിച്ച് നമുക്ക് ചെയ്യാറുണ്ട്. ഞാൻ സാറിനെ വിളിച്ചു പോട്ടെ. നമ്മുടെ ഐലൻഡിൽ തന്നെ ഉള്ള ടീമാ. ഞങ്ങളുടെ സർവേ സാറേ. സാറേ ഹലോ. ഞങ്ങളിവിടെ ഉണ്ട്, ഇവിടെ വെയിറ്റ് ചെയ്യാം. ഉണ്ട്, അവനുണ്ട്. പുള്ളി നമ്മുടെ മാസ്റ്റർ മറൈൻ അവരുടെ പേര്. കണ്ടെയ്നർ സർവേ ഒക്കെ ചെയ്യണത് അവരാ. ഞങ്ങളുടെ ഓപ്പറേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യണത് അവരാ ചെയ്യണത് കംപ്ലീറ്റ് വന്നിട്ട്. പുള്ളി ഇപ്പം എന്നെ കണ്ടുകൊണ്ട് നിർത്തിയത് എന്താണെന്ന് അറിയാനായിട്ട്. Excuse me, sir. क्या कर रहे हैं आप लोग यहाँ? I'm just taking some photos. It's a prohibited area. Is it? Yeah. Oh, I'm sorry. I didn't know that. Prohibited area, na? Yeah. ऐसा फोटो खींचना मना है. I am from All Day Terrorist Investigation. Oh, right. Fine. Sorry. Okay. Show me the picture. Yeah, come on. No, actually, what happened is he's actually working in which company, sir? It's MSC. I'm working in MSC. This is my car. MSC. He comes from Poplar about. You're from shipping company? Yes, I'm. So you know the procedures, right? I don't know the procedure because we are doing the first time out here. We don't know the procedure. Is there any? Sir, please cooperate with us. You have to come with us. Okay? No, sir. No, just 2 minutes.
We have to interrogate. Okay? Tax. Yep. It's all right, sir. Be cool. Okay? Okay. What happened, sir? Any issue? ഒരു കുഴപ്പമില്ല, ഒരു 2 മിനിറ്റ്. Okay. Okay? എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവരുടെ കമ്പനിയിൽ ഒരു പ്രൊപ്പോസൽ ഉണ്ട്. അതായത് മാർച്ചിൽ ഇവിടെ ഒരു മീറ്റ് നടക്കുകയാണ് അല്ലേ? ഇവിടെ ട്രേഡ് മീറ്റ് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. Okay. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒരു ബ്രോഷർ ചെയ്യണം. Okay. അപ്പം അതിനിപ്പോ എന്താ വെച്ചാൽ ഇല്ല, ആക്ച്വലി എനിക്ക് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു, ഇവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ യുനോ ജനുവരി 26 ആണ് വരാൻ പോകുന്നത്. സോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാർ അത് നമ്മുടെ സാറിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇല്ല ഇത് ബാഗറുടെ പ്രശ്നമില്ല, സാറും കയറി. ഇല്ല, ഞാൻ സാറിനൊന്ന് വിളിക്കാൻ. ഇല്ല, കുഴപ്പമില്ല. ഇതെന്നാ അങ്ങനെ പ്രശ്നമൊന്നും ഇവിടെ എന്തോരം ആൾക്കാർ ഫോട്ടോ ഒന്നും എടുക്കുന്നത്? ആണോ? ഹലോ, എന്താ പ്രശ്നം? സർ ഗിവ് മീ യുവർ മൊബൈൽ ഫോൺ. Okay. Oh, that's actually iPhone. It's okay. Yeah, that's the camera. Can I call my boss? Come. Can I call my boss? എന്തെങ്കിലും ഐ ഡി പ്രൂഫ് ഉണ്ടോ? ID proof. License ഉണ്ട്. So may I know the procedure? Yeah, we'll tell you. Okay. Hello, I am Hakim from Investigation Team. Okay, എനിക്കൊരു ഡീറ്റെയിൽസ് വേണം. മിസ്റ്റർ അജോഷ് വി ഏലിയാസ്, അദ്ദേഹത്തിൻ്റെ ലൈസൻസ് നമ്പർ B44671137. ഓക്കെ, ഒന്നുകൂടെ പറയാം. B44671137. ഓക്കെ. അല്ല സാറേ, നമ്മളിത് ഇപ്പോൾ നമുക്ക് അറിയില്ലാത്തൊരു കേസ് കേട്ടായിരുന്നു ഇത് ഇങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് കേട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ബൈ ചാൻസ് വന്ന് പെട്ടുപോയത് ഇവിടെ. ഇപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ വന്ന് പെട്ടുപോയത്. ഇല്ല, അറിയില്ല എന്ന് പറയാൻ കഴിയും. കാരണം ഇവിടെ റോഡിൽ വണ്ടി ഓടിക്കാൻ ഹെൽമെറ്റ് വെക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽമെറ്റ് വെക്കാണ്ട് ഓടിക്കാൻ പറ്റില്ല. അല്ല, അതല്ല, ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നതാണ് ഈ ഏരിയയിൽ. മുമ്പ് ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 26 വിജിലന്റ് ആണ്. കാരണം ഓക്കെ, അതറിയില്ല. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ഇപ്പം ഇവരുടെ കമ്പനി പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഇപ്പം കുറച്ച് ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫോട്ടോസ്. ആക്ച്വലി നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ അല്ല, നമ്മൾ കൊച്ചിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് സെൻസിബിൾ ഏരിയ ആണ്. So you're from which department? From Bing. Oh, okay. It's like റോയിലേക്കാണ്. ഇപ്പോൾ അതിലെ അടിയിൽ കുറെ ബ്രാഞ്ചസ് ഉണ്ട്. Okay. ആക്ച്വലി എനിക്ക് എൻ്റെ ഇത്രയും പറയേണ്ട ആവശ്യമില്ല. ഇല്ല, എനിക്കറിയാം. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൽ ഇപ്പോൾ റോയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് അപ്പം ഇറക്കും. ഇങ്ങനത്തേക്ക് വന്നാൽ എനിക്ക് അപ്പം നിറ വരും. നമ്മളിപ്പം സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒന്നിനും പഠിക്കുന്ന കാര്യം. പിന്നെ ചിലത് ട്രാപ്പ് ഉണ്ടാവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലടാ, ഞാൻ ഇങ്ങനത്തേക്ക് കൊണ്ടുപോകാൻ നമുക്കത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇവർ പറഞ്ഞ പോലെ തന്നെ 26ന്റെ പ്രത്യേകത ഉണ്ടാവും. അതിനകത്ത് ഒബാമ വന്നു. सर आप कहाँ हैं? ബിസിനസ് ആദ്യം ഡീൽ ചെയ്യാൻ പറ്റില്ല. അതിന് ഇരുന്ന് സംസാരിച്ചിട്ടില്ല ബാക്കിയുള്ളത്. എന്താ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ഞാൻ പോയി പണിയാറുണ്ട്. ആരോട്? എന്നോട്? അല്ല, അവർ ഒരു കമ്പനി ഇങ്ങനെ പറയാൻ പറ്റും. ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നതാ.
അതൊരിക്കലും ഇതല്ല. ഞാൻ ഈ ഫോട്ടോ തന്നെ എടുത്ത് ഇപ്പോഴും പറയട്ടെ, ഈ പറഞ്ഞ പോലെ എനിക്ക് എന്താ സംഭവം, നമ്മൾക്ക് പുള്ളിയുടെ മൈൻഡിൽ എന്താണെന്ന് നമുക്കറിയില്ല. പുള്ളിയുടെ മൈൻഡിൽ എന്തായിരിക്കണേ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം പക്ഷെ പുള്ളി ഇതായിട്ട് ചെയ്യണം. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇത്രയും ഹലോ സോറി സാർ. புத்தியுள்ள மனிதனெல்லாம் வெற்றி காண்பதில்லை, வெற்றி பெற்ற மனிதனெல்லாம் புத்திசாலி இல்லை, புத்திசாலி இல்லை. புத்தியுள்ள மனிதனெல்லாம் வெற்றி காண்பதில்லை, வெற்றி பெற்ற സോ എന്തായിരുന്നു പറഞ്ഞു തന്നത്? നിങ്ങൾ അവിടെ എന്തിനാ ഫോട്ടോ എടുത്ത് പറഞ്ഞു? അത് മാർച്ചിൽ എന്തോ ഒരു മീറ്റ് നടന്നുണ്ട്, ഇന്റർനാഷണൽ മീറ്റ്. ഓക്കെ. അപ്പോൾ അതിനൊരു ബ്രോഷർ തയ്യാറാക്കാൻ പറഞ്ഞ് ആളെന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളിയുടെ മാനേജറാണ് പറഞ്ഞത് ബ്രോഷർ റെഡിയാക്കണം. അപ്പോൾ അതിന് കുറച്ച് ഫോട്ടോ. അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ടാഗ് ചെയ്യുന്ന കാരണം പുള്ളിക്ക് എങ്ങനെ കണ്ടിട്ടാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അല്ല ജോഷ്, ഞാൻ നിങ്ങൾക്ക് പോകാമെന്നായിരുന്നു ഞാൻ ഓർത്തത്. നിങ്ങൾക്ക് വന്ന അപ്പം തന്നെ പോകാമെന്നാണ് ഓർത്തത്. പക്ഷേ എനിക്ക് വന്ന മെയിലിൽ നിങ്ങൾക്കൊരു വൈഫുണ്ട്, ഒരു സിസ്റ്ററുണ്ട്, ഒരു ഫാദറുണ്ട്, ഒരു മദറുണ്ട്. നിങ്ങൾ എയർപോർട്ടിലാണ് വർക്ക് ചെയ്തത്. 2006 ഒരു ജോലി ക്വിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കിങ് ഫിഷറിലെ കാർഗോയിൽ. UK നിങ്ങൾ 4 വർഷത്തോളം ഉണ്ടായിരുന്നു. ദുബായ് 2012-2013 കാർഗോ. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ. നിങ്ങൾ നിഷ്കളങ്കനായിരിക്കാം, പക്ഷേ സന്ദർഭം നിങ്ങൾക്ക് വളരെ എതിരാണ്. കാരണം വെച്ചാൽ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ പ്രശ്നത്തിലാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. ടെൻഷൻ ഉണ്ടോ? റിലാക്സ് ചെയ്തു, കുഴപ്പമില്ല. പക്ഷേ ഒരാൾ ഐഡന്റിഫിക്കേഷൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ ഒരാളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ഐഡന്റിഫൈ ചെയ്താൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പോവാം, പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഹാവ് ടു സഫർ. അവരൊന്ന് വിളിക്കും പ്ലീസ്. കണ്ടിട്ടുണ്ട് സാറേ. കണ്ടിട്ടുണ്ടോ ഇല്ലേ? കണ്ടിട്ടുണ്ട്. ഉറക്കെ പറയണ. ഇവിടെ കണ്ടിട്ടുണ്ട് സാറേ. എവിടെ വെച്ച്? കൊച്ചിൻ ഷിപ്പ് യാർഡിൽ വരും, നമ്മുടെ ഞാൻ പണിക്കുന്ന ഹോട്ടലിൽ വരും. അതായത് നീ പറയുന്ന കഴിഞ്ഞ ആഴ്ച നിന്നെ പിടിച്ച സ്ഥലത്ത് ഹോട്ടലിൽ ഇയാൾ വരുന്നുണ്ടായിരുന്നു. നിനക്ക് എന്തായിരുന്നു ഹോട്ടലിൽ പണി? ജ്യൂസ് അടിക്കുമ്പോൾ നിൽക്കും അവിടെ സാർ. ഇദ്ദേഹത്തിന് അവിടെ ജ്യൂസ് കഴിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ബന്ധം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ബന്ധം കണ്ടിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കും, ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കും. പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ ഒരുപാട് രക്ഷപ്പെടുത്താമെന്ന് പറയും സാർ. ഒരുപാട് കാശൊക്കെ തരും. എന്നിട്ട് വാട്സാപ്പ് ഉപയോഗിക്കാനും പറഞ്ഞു തന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടൊക്കെ കൈകാര്യം ചെയ്യും. കുറേ മെസ്സേജുകൾ വരും. വേണ്ടപ്പെട്ടൊക്കെ ഞാനെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കും. കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഷിപ്പ് യാർഡിൻ്റെയും. ഇപ്പം എനിക്കതൊന്നും ഞാൻ പടം എന്നാണ് വിചാരിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല സാറേ, വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ല, നിന്റെ ഫോണിൽ നിന്ന് ഫോട്ടോ അയച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ്? ഇദ്ദേഹം അയച്ചിട്ട് ഞാൻ വേണ്ടപ്പെട്ടവർക്ക് അവരൊന്ന് ചിന്ന CP സുഭാഷ് അയച്ചെന്ന ഫോട്ടോ എവിടെയാണെന്ന് ചോദിക്കും, ഞാൻ കൊടുക്കും. അപ്പൊ അവരും കാശ് തരും. രാജേഷ്, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാം സാർ. ഞാൻ ഷിപ്പ് യാർഡിൽ എനിക്കൊരു ബന്ധമില്ല. അല്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല സാർ. എനിക്കൊരു ബന്ധമില്ല. ഞാൻ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്തിട്ട് പോലുമില്ല. ഐലൻഡിൽ ഒരു എക്സ്പോ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ 2001 വർക്ക് ചെയ്തു. അല്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ എയർവേസിൽ കാർഗോയിലായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തത് അല്ലേ? അത് കണ്ട് നിങ്ങൾ UK പോയി. ഇത് ഞങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആയുധക്കടത്തുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് ഒന്നും പറയാനില്ല സാർ. അതിപ്പം നിങ്ങൾ പറയുന്നത് മാത്രമല്ല. അപ്പം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല പറയാനായിട്ട്. അവർ സാർ അയച്ചെന്ന കുറെ ഫോട്ടോ ഒക്കെ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് സാറേ. ഇദ്ദേഹം അയച്ചെന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. നല്ല വലിയ കപ്പലിന്റെ ഫോട്ടോസ് ഒക്കെ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്, കടയിലുണ്ട് സാർ. ഷിപ്പിന്റെ പാർട്സിന്റെ നമ്പർ കാണുമല്ലോ, സിമ്മിന്റെ നമ്പർ കാണുന്നതാണ്. അല്ല, അത് കാര്യമില്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കും. ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കത് ബാധിക്കാനൊന്നുമില്ല. ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ബാധിക്കാനൊന്നുമില്ല. അല്ല, നിങ്ങൾ കസ്റ്റഡിയിൽ തുടരേണ്ടി വരുമില്ലെങ്കിൽ. കാരണം വെച്ചാൽ
നിങ്ങളിങ്ങനെ വിടാൻ പറ്റില്ല, കാരണം 26 വരികയാണ്. എനിക്കിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കസ്റ്റഡി തന്നെ നിൽക്കാനില്ല, അതിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അല്ല, നിങ്ങളിങ്ങനെ മുടന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ഒരു ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അയാൾക്ക് നിന്നെ അറിയാമെന്ന് പറയുന്നു. എനിക്ക് അയാൾ ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല. ഷിപ്പ്യാർഡിൽ ഞാൻ അടുത്തിടയ്ക്ക് പോയിട്ടുമില്ല. ഹലോ സാർ. ഹലോ. ആ ഓക്കെ. എനിക്ക് മറ്റേ ഫയൽ വേണം. സാറേ എന്നെ ഒരു കൂടെ കൊണ്ട് ഒരാഴ്ച കൊണ്ട് തല്ലിയാണ് സാർ. രക്ഷയില്ലാതെയാണ് ഞാൻ സാറിൻ്റെ പേര് പറയേണ്ടി വന്നത്. എന്നെ വിട്ട ഒരാഴ്ച പറഞ്ഞാൽ ശരിക്കും തല്ല്. രാത്രി കുറേ പോലീസുകാരും തല്ലുകയും ചെയ്യും, നല്ല ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. സാർ ഒരു കാര്യം ചെയ്യും, സാറാണെന്ന് പറഞ്ഞ് ഇടി പേടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സാർ ഞാൻ മാപ്പ് സാക്ഷിയാവാം സാർ. ഒരാളിനെ കാണിച്ചു കൊടുത്ത് എന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സാർ ഞാൻ ഭാര്യ 2 പിള്ളേരുണ്ട് സാർ. ഞാൻ സമ്മതിച്ച് എന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടാമെന്ന് പറഞ്ഞു. അവരന്വേഷിക്കുമ്പോൾ സാർ നിരപരാധിയാണ്, സാറിനെ വെറുതെ വിടുമല്ലോ, ഒന്നും ചെയ്യില്ലല്ലോ സാറേ. ഒരു ജീവിത പ്രശ്നമാണ് സാറേ. കൂലിപ്പണി എടുത്താണ്, അധികം സാമ്പത്തികമൊന്നുമില്ല. അതുകൊണ്ട് സാറൊന്ന് സഹായിക്കണം. തെളിവില്ലെങ്കിൽ സാറിനെ വെറുതെ വിടുമല്ലോ. ഒരു ജീവിതമാണ് സാറേ, സാറൊന്ന് സഹായിക്കണം. സാറിനെ പിടിച്ച് ചില 10-15 ദിവസം ഇവിടെ ഇടുമെന്ന് തോന്നുന്നു സാർ. എല്ലാ കാര്യങ്ങളും സാറാണെന്ന് തുറന്ന് പറ. സാറാണ് സാക്ഷി, പ്രതിയാണെന്ന് പറഞ്ഞാലേ എന്നെ വെറുതെ വിടുമല്ലോ സാറേ. അല്ല, സാറെല്ലാം സമ്മതിക്കാൻ എല്ലാം സാറാണ് എന്ന് പറഞ്ഞു. കേട്ടില്ല. അദ്ദേഹമാണ് എല്ലാം ചെയ്തതെന്ന് തുറന്ന് സാർമാരുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ രക്ഷിക്കാം, എന്നെ രക്ഷിക്കാം, അപ്പം എൻ്റെ മാപ്പ് സാക്ഷിക്കായിട്ട് വിടുമല്ലോ. സാറ് എല്ലാം ചെയ്തതാണെന്ന് പറഞ്ഞു. അജോഷ്, എനിക്ക് എന്തിനൊരു തീരുമാനം ഉണ്ടാക്കി ഉള്ളതിന് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറഞ്ഞു പ്ലീസ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല. സാറേ ഞാൻ എന്താ പറഞ്ഞത്? സാറ് ചോദിക്കും, ഞാൻ പറയാം. എന്താണ് ഞാൻ പറയണ്ടേ? കഴിഞ്ഞ ദിവസം 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഈ മാസം 2-ാം തീയതി. 2-ാം തീയതി ഞാൻ എന്തായാലും ഷിപ്പ്യാർഡ് ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. സാർ കള്ളമാണ് സാർ. ഇവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നുമില്ല. അത് കള്ളത്തിൻ്റെ ലക്ഷണമാണ്. 2-ാം തീയതി ഒന്നുകിൽ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അല്ല, നിങ്ങൾക്ക് വീട്ടിലായിരിക്കും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, എനിക്ക് 2-ാം തീയതി എന്തായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എന്തായാലും ഇപ്പം പറഞ്ഞ പോലെ ഇദ്ദേഹം പറയുന്ന മാതിരി ഞാൻ അവിടെ ചെന്നിട്ടില്ല. എവിടെ? ഷിപ്പ്യാർഡിലോ അല്ലെങ്കിൽ ആ പ്രൊമേഷനിൽ എവിടെയും പോയിട്ടില്ല. അല്ല, നിങ്ങളെന്താ മാപ്പ് സാക്ഷിയാക്കാൻ പറഞ്ഞു? അല്ല, പുള്ളിക്കാരന് തെളിവുണ്ടല്ലോ, ശക്തമായ തെളിവുണ്ടല്ലോ. ഞാൻ പറയില്ലേ, ഞാൻ കണ്ടത് എന്നെ ഈ വഴിയിലേക്ക് നയിച്ചത് അദ്ദേഹമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയില്ലേ സാറ്. സാക്ഷി മൊഴിക്ക് വഴിയില്ലല്ലോ സാർ. ഇല്ല അജോഷ്, എനിക്കിനി ഒരു കാര്യം ചെയ്യാനില്ല. ഒന്നില്ലേ നിങ്ങളെ മാധ്യമങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക. മാധ്യമങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ അറിയാലോ, നിങ്ങളെ ചുമ്മാ വലിച്ച് കീറും. ഇല്ലെങ്കിൽ ഉള്ളത് സത്യം എന്താ വെച്ചാൽ തുറന്ന് പറയാം. നമുക്ക് ആലോചിക്കാം, നമ്മുടെ വേണ്ട രീതി കൈകാര്യം ചെയ്യാം. Let it be. കാരണം ഇപ്പം ഞാനെന്ത് പറഞ്ഞാലും അത് ഒരിക്കലും ഒരു സാറിന് കിട്ടുന്ന ഒരു തുമ്പായിരിക്കില്ല. സോ ലെറ്റ് ഇറ്റ് ബി. ഒന്നുകിൽ അറസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഇടുക. അപ്പോൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അറസ്റ്റ് ചെയ്ത് യു ഹാവ് നോ ഐഡിയ ഹൗ പവർഫുൾ വി ആർ. I don't know. Okay. Because this is the first time I am facing that. Yeah, I know that. ചുമ്മാ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമായിരിക്കില്ല. ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ എൻഡിലായിരിക്കും, അതിൻ്റെ എൻഡിലായിരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു. 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഈ ജനുവരി 2-ാം തീയതി വീട്ടിലായിരുന്നിരിക്കണം. ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചെറിയ ബിസിനസ് ആവശ്യത്തിനായിട്ട് എറണാകുളം വരാറുണ്ട്. അപ്പം ഒന്നുകിൽ ബ്രോഡ്വേ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവും, അതല്ലെങ്കിൽ പർച്ചേസിങ് ആയിട്ട് എൻ്റെ സിസ്റ്റർ ഒരു ബ്യൂട്ടിക്കുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യത്തിനായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ എറണാകുളത്തായിരിക്കും. ഞാനത് ഓർക്കുന്നില്ല, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. ഈ മാസം 2 കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹലോ സാർ. അതെ സാർ. ഓക്കെ സാർ. കണ്ടോ, ഇവരുന്ന കോൾസ് എല്ലാം നിങ്ങൾക്ക് എതിരാണ്. എന്തെങ്കിലും എവിഡൻസ് സാറിന് കണ്ടുപിടിക്കുന്നത് സാർ അല്ല, നിങ്ങളെന്താ ആളെ കളിയാക്കുവാണ്? ആളെ കളിയാക്കുന്നതല്ല. മനസ്സിലായില്ല. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല സാർ. എനിക്കിപ്പം ഈ മാസം 2 എന്താ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ഓർക്കുന്നില്ല ഇത് സത്യമായിട്ട്. ഓർമ്മകൾ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇദ്ദേഹം കാർഗോയിലായിരുന്നു. എയർ ഇന്ത്യ ഏതൊക്കെയോ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇയാൾ വർക്ക് ചെയ്തിരുന്നത്, അല്ലേ? അതുകൊണ്ട് ഇദ്ദേഹം UK പോയി. അത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച്, ഇല്ലെങ്കിൽ ഞങ്ങളെ സംശയിക്കേണ്ട രീതി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇദ്ദേഹം അവിടെ ലൈക്ക് ഏതെങ്കിലും ഒരു സംഘടനയായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടോ ഇല്ലേ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഹലോ, ഓക്കെ സാർ, ഓക്കെ. അവന്മാർക്ക് പറഞ്ഞു, അവന്മാർ പറഞ്ഞു നമുക്കെന്ത് വേറെ ബന്ധമുണ്ട് മറ്റേതൊക്കെ പറഞ്ഞാൽ അവന്മാരിപ്പോൾ ഇവിടെ നിന്ന് തല്ലാണ്ട് ഇതാരാ ജോഷ? സാറേ ഞാൻ സാറിനോട് പറഞ്ഞു നമ്മളൊരു പ്രോഗ്രാമിനായിട്ട് വന്ന ഓഫീസിൻ്റെ ഇതിന് വേണ്ടി വന്നതാണ്, എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് വന്ന് ഞങ്ങൾ ഫോട്ടോ സാറിന് ഞാൻ എൻ്റെ കാർഡ് കാണിച്ചു. പുള്ളിയുടെ കാർഡ് ലൈസൻസ് എല്ലാം നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ അതിനപ്പുറം വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് മാത്രമേ ഉള്ളൂ. ആ ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വേറെ ഫോട്ടോ ഒന്നും നമ്മൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതി ഇതല്ല. ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ചോദിക്കുന്നേ ഉള്ളൂ. ഓക്കെ? അല്ല, നമ്മളുള്ള കാര്യം ഇപ്പോൾ സാർ പറഞ്ഞു. നീ മുഖത്ത് നോക്കുന്നില്ലല്ലോ. അല്ല, നീ ആരാന്ന് എൻ്റെ വിചാരം? ഹലോ, ഓക്കെ ഓക്കെ. അന്വേഷണം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല, കാരണം എനിക്ക് മുമ്പത്തെ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ വേണ്ടി സാറിനെ കോൺടാക്ട് ചെയ്ത് തരാം. അത് സാറായിട്ട് സംസാരിക്കും. കാരണം സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ ചോദിച്ച പോലെ ആയിരിക്കില്ല കേട്ടോ എസ് പി ഒന്ന് ചോദിക്കാൻ. സാറേ, നമ്മളതിനകത്ത് വേറെ നമ്മളൊന്നും ചെയ്ത ഞങ്ങൾ സാറിനോട് പറഞ്ഞു നമ്മളൊന്നും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്. ഞാൻ ചോദിച്ച പോലെ ആയിരിക്കില്ല എന്ന് പറയുന്നത്. അദ്ദേഹം തുടർന്ന് മൂത്രം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിപ്പോ ശരിക്കും റോ എങ്ങാനും ആണെങ്കിലേ അല്ല പറയുകയും ചെയ്തു. ഈ മാപ്പ് സാക്ഷിയാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്തെങ്കിലും തോന്നി? പക്ഷെ ചെറുതായിട്ടൊന്നും ബോർഡ് എന്താ എഴുതി വെച്ചിരുന്നത്? ഓൾ ഇന്ത്യ ടെററിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. അതിന്റെ ഉള്ളില് ക്യാമറ അതിനകത്തോ? അതിനകം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ, പതുക്കെ സൂക്ഷിച്ച്. എവിടെ ക്യാമറ ഉണ്ട്? കറണ്ട് അടിക്കല്ലേ? അത് വേറെ മെയിൻ സ്വിച്ച് ആണ്. മെയിൻ സ്വിച്ച് കൊണ്ട് കാണിച്ചിട്ട് അത് ഈ ക്യാമറ ഉണ്ട്. റോ അല്ലല്ലോ ഇത്, എന്റെ ടെററിസ്റ്റ് കാച്ചിങ് യൂണിറ്റ്. അത് ഓൾ ഇന്ത്യ പതറിയില്ല, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിരുന്നു. എന്താ സംഭവം എന്നറിയോ? ചോദിക്കുമ്പോഴൊക്കെ വളരെ അളന്ന് കൂട്ടിയുള്ള മറുപടികൾ. ഈ ഇരിക്കുന്ന ടെററിസ്റ്റ് പറയുന്നുണ്ട് ഞാൻ മാപ്പസാക്ഷിയാകുകയാണ്, ഇതാണ് ആള് എന്ന് പറയുന്നത്. മിണ്ടില്ല, അതിന് എന്തെങ്കിലും പറഞ്ഞ അകത്തായി പോയാലോ. അപ്പോ ഇദ്ദേഹത്തിന് ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ ഉപഹാരം. ഇപ്പുറത്ത് വന്ന് ഇതിന്റെ ഗൂഢാലോചനയുടെ പങ്കാളിയായിട്ട് നിൽക്കും. അപ്പോൾ കൂടുതൽ സർപ്രൈസുകളുമായി ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം.